തൻ്റെ ഗുരുവിൻ്റെ ഓർമ്മയും തൻ്റേതെന്ന് അവകാശപ്പെടാൻ ആരെല്ലാമോ തനിക്കവിടെയുണ്ടെന്ന ധാരണയും അയാളെ അകത്തളത്തിലേക്ക് ആനയിച്ചു. തന്നെ കണ്ട് സ്തബ്ധയായി നിൽക്കുന്ന ഉണ്ണീമ്മയുടെ മുഖം ഇന്നും തനിക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മ താങ്ങാൻ പറ്റാത്ത വേദന അയാളിൽ ഉണർത്തി. നെഞ്ചകം പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഒരു ഓട്ടുമൊന്തയിൽ കൊണ്ടുവന്ന സംഭാരം താൻ ഒറ്റ വലിക്ക് കുടിച്ചത്. അത്രയും ചിന്തകൾ അയാളെ ഒന്ന് കിടക്കണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചു. താൻ വളരെയേറെ പരവശനാണെന്നും അയാൾക്ക് തോന്നി. എൻ്റെ മുഖത്തൊരു വല്ലായ്മ. പത്നി ശാരദാമ്പാളിൻ്റെ സ്വരം. അല്പം വെള്ളം തരൂ ശാരദേ. അയാളുടെ വിമ്മിഷ്ടം ശാരദയ്ക്ക് മനസ്സിലായി. എന്തേ എന്ന് ഉണ്ണിമായനെ കിനാവ് കണ്ടുവോ? അയാൾ ശിരസിളക്കി. അതേ എന്ന ആംഗ്യഭാവത്തിലിരുന്നു. സാരല്ല, അല്പം കൂടി നമുക്ക് ക്ഷമിക്കാലോ. നമുക്കും പോയല്ലേ പറ്റൂ. ശാരദയുടെ അച്ചടക്കവും കാര്യപ്രാപ്തിയും ക്ഷമയും സഹനശക്തിയും ഇന്നത്തെ ഓരോ പെണ്ണിനും കിട്ടിയിരുന്നെങ്കിൽ എത്രയോ വഴി പിരിഞ്ഞ ജീവിതങ്ങൾക്ക് ഒത്തുപോകാമായിരുന്നു. ആനന്ദൻ ദീർഘനിശ്വാസം ഉതിർത്തു. ശാരദ തൻ്റെ ഭർത്താവിനോരത്തു നിന്നും മാറിയതേയില്ല. ഉണ്ണീമ്മ എന്നെക്കാൾ ഭംഗിയുണ്ടായിരുന്നോ? അല്പം ആകാംക്ഷയോടെ മുല്ലമുട്ടിന് സദൃശമായ തൻ്റെ ദന്തനിരകൾ പുറത്തു കാട്ടി വായൊരൽപ്പം വിടർത്തി ആനന്ദൻ ആ സൗന്ദര്യം ആസ്വദിച്ചു. ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നിനക്കു സൗന്ദര്യം ഇല്ല എന്നല്ല, ആ ഭംഗിയൊന്ന് വേറെ തന്നെ ആയിരുന്നു. ആനന്ദൻ തൻ്റെ മിഴികൾ മെല്ലെ പൂട്ടി. മനോമുകുരത്തിൽ തെളിഞ്ഞ പാൽനിലാവുള്ളിയിൽ പൂത്തിരി കത്തി തെളിഞ്ഞ മുഖം അയാൾ ആസ്വദിച്ചു രസിക്കുകയായിരുന്നു. തനിക്കുള്ള വാസസ്ഥലം അവിടുത്തെ അതിഥി മുറിയായിരുന്നു. പുറംപണിക്കും അകപ്പണിക്കുമായി 2 പേരുണ്ടായിരുന്നു, നാണിയമ്മയും രാമേട്ടനും. ഗുരുനാഥന് ഒരു മകൾ മാത്രമേയുള്ളൂ എന്നറിയാം. അവരുടെ ഭർത്താവിനെയും മകനെയും കണ്ടു. പക്ഷേ ഉണ്ണീമ്മയെ തനിക്കൊന്ന് കാണാൻ മാസങ്ങളെടുത്തു. പുറത്തേക്ക് വരാനുള്ള അനുവാദം അവർക്കുണ്ടായിരുന്നില്ല. അകത്തളങ്ങളിൽ എവിടെയോ ഒരു പാദസ്വര ധ്വനിയുണ്ടായിരുന്നു. ഗുരുനാഥനൊപ്പം കച്ചേരിക്ക് പോവുകയും തിരികെ വന്ന പഠനത്തിൽ ശ്രദ്ധിക്കുകയുമായിരുന്നു പതിവ്. പക്ഷേ ഒരു ദിനം, ആ ദിനം തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. കയ്യിൽ ആവി പറക്കുന്ന കാപ്പിയുമായി തന്നെ വിളിച്ചുണർത്തി ഒരു ദേവത. അല്ല, അവൾ ഒരു മാലാഖയായിരുന്നില്ലേ? അതെ, എല്ലാം അവളിൽ താൻ കണ്ടു. കുളിച്ച് ഈറനൊടുത്ത് കുങ്കുമം സീമന്തരേഖയിൽ അണിഞ്ഞ് കളഭം ചാർത്തി ഭർത്തൃമതിയായ ഇവളായിരുന്നോ ഉണ്ണീമ്മ? ഗുരുനാഥൻ്റെ മകൾ. താൻ അത്ഭുതത്തോടെ മിഴികൾ തിരുമ്മി നോക്കി. ഇവർ ഇത്രയും മനോഹരിയായിരുന്നുവോ? ഗുരുനാഥൻ ഏൽപ്പിച്ച ഒരു തുണ്ടുകടലാസ് തന്നെ ഏൽപ്പിച്ച് അകത്തളങ്ങളിൽ എവിടെയോ അവർ മറഞ്ഞു കളഞ്ഞു. പിന്നീടുള്ള തൻ്റെ ദിവസങ്ങളിൽ അറിയാതെ എന്നോണം ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ണീമ്മ കടന്നു വരികയായിരുന്നു. ഇടയ്ക്കിടെ മനോഹരമായ ഗാനധാര ഒഴുകി വരാറുണ്ടായിരുന്നു. ആ ശബ്ദത്തിനു ഉടമ ഉണ്ണീമ്മയാവാമെന്ന് താനൂഹിച്ചു. ഗുരുനാഥൻ്റെ ശബ്ദമാധുരി മകൾക്കും പകർന്നതാവാം. ആസ്പത്രിയിലെ ഗുമസ്തനായിരുന്നു ഭർത്താവ്. മകനെ നെഞ്ചോട് ചേർത്തി മാമൂട്ടുന്ന ആ വാത്സല്യത്തെ, ഭർത്താവിനെ ആവോളം സ്നേഹിക്കുന്ന ആ നിധികുംഭത്തെ തൻ്റേതാക്കി മാറ്റാൻ ഒരു നിമിഷം അല്ല 1000 തവണ താൻ ആഗ്രഹിച്ചു. സ്വരങ്ങളുടെയും ജതികളുടെയും സ്ഥാനം ഉണ്ണീമ്മ കരസ്ഥമാക്കി. അവരുടെ ഓരോ ചലനങ്ങളും താൻ ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു. മനസ്സിൻ്റെ ചിന്താധാരയ്ക്ക് ഭംഗം വരുത്തി അകത്തു നിന്നും ഒരു പഴുതാര മീശക്കാരൻ പുറത്തേക്ക് വന്നു. അപ്പാ, ഇന്നലത്തെ കച്ചേരി വളരെ പൊടി പൊടിച്ചു എന്ന് മാഷ് പറഞ്ഞു കേട്ടോ. അയാൾ തൻ്റെ തോളത്ത് തൂക്കിയ മേൽമുണ്ടിൽ മുഖവും കൈത്തണ്ടയും തുടച്ചുകൊണ്ട് വളരെ സന്തോഷസൂചകമായി ഒരു അപശബ്ദം പുറപ്പെടുവിച്ചു.